ഞാനൊരു 2 അടിയുടെ ഡിഷ് ഇവിടെ ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ എക്സ്പ്രസ് AM7 എന്ന മറ്റേ അതിൻ്റെ പേര്. ആ ഡിഷിൽ 4 മലയാളം ചാനൽ കിട്ടും. കൈരളി അറേബ്യ, അമൃത TV, കൈരളി V, മഴവിൽ, മനോരമ. ഈ 4 മലയാളം ചാനലിന് കൂടാതെ വേറെയും കുറേ ചാനലുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വേറെ ഏതോ ശ്രീലങ്കൻ രാജ്യത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെയാണ് സാറ്റലൈറ്റ് എന്ന് തോന്നുന്നു. അപ്പോൾ അത് ഇന്നലെ ഒരു വീഡിയോ ഇങ്ങനെ ഒരു സുഹൃത്തിൻ്റെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി, ഡിഷുണ്ട്, പോരാത്തതിന് സെറ്റ് ബോക്സ് ഉണ്ട്. ഫ്രീ ഡിഷിലാണ് കിട്ടുന്നത്. സെറ്റ് ബോക്സ്, ഫ്രീ ഡിഷൊക്കെ കിട്ടുന്ന, ഫ്രീ സാറ്റലൈറ്റുകളൊക്കെ കിട്ടുന്ന ഡിഷ് വേണം. ഡിഷുമല്ല, ഡിഷ് ഇത് മതി. എയർടെല്ലിൻ്റെയോ മറ്റേതിലേലും 2 അടിയുടെയൊക്കെ ഉള്ളത് മതി. സെറ്റ് ബോക്സ് അത് ഞാൻ രാവിലെ ട്രാക്ക് ചെയ്ത് 4 എണ്ണവും കിട്ടുന്നുണ്ട്. ടെസ്റ്റ് ചാനലുകളാണ് കേട്ടോ, അത്ര നാൾ കിട്ടും എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ട് ഞാനത് വന്ന് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് വെച്ചു. ഇതാണ് ഇതിൻ്റെ ഒരു ഇരിപ്പ്, കണ്ടില്ലേ? ഇത്രയും ചാഞ്ഞ്. ഇത് LMB നോക്കുക. ഇത് കൃത്യം പടിഞ്ഞാറാണ് കേട്ടോ തിരിഞ്ഞിരിക്കുന്നത്. സാധാരണ നമ്മൾ കിഴക്കും തെക്കുമൊക്കെ കാണാറുള്ളൂ. ഇത് കൃത്യം പടിഞ്ഞാറോട്ട് തന്നെ. ഒരു കണ്ടില്ലേ, പടിഞ്ഞാറ്. ഇപ്പോൾ സൂര്യനെ കണ്ടോ? കൃത്യം പടിഞ്ഞാറ്. എയർടെല്ലിൻ്റെ ഒരു ഡിഷാണെന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള ചില്ലറ പണികളൊക്കെ കാര്യം എനിക്കറിയാം. എന്ത് ചെയ്യാനാണ്? അതുകൊണ്ടെന്താ കാര്യമുള്ള ഒരു 10 രൂപ അതുകൊണ്ടൊരു വാരത്തിന് കിട്ടുമൊന്നുമില്ല. എങ്കിലും ഇത് ഇങ്ങനെ ഫ്രീ സാറ്റലൈറ്റുകളോ ഫ്രീ ചാനലുകളൊക്കെ കിട്ടുന്ന സെറ്റ് ബോക്സ് ഉള്ളവർക്ക് ഈ ഡിഷൊക്കെ വെറുതെ ഇരിപ്പുണ്ടാവും. 2 അടിയുടെയൊക്കെ ആവശ്യത്തിന് വേണേൽ കാണാം. പിന്നെ ഇത് TV കാണുക എന്ന് പറഞ്ഞാൽ എല്ലാവരും കാശ് കൊടുത്തേ കാണുള്ളൂ. അതിൽ ഒരു ചാനൽ കാണും എപ്പോഴേലും. അത് സ്ഥിരമായിട്ട് കാണുന്നവരാരാളുള്ളത്? അത് ഏതെങ്കിലും സീരിയലോ ഒക്കെ ആയിരിക്കും. പിന്നെ സിനിമകളൊക്കെ ഇതിൽ ഏറ്റവും പഴകിയതൊക്കെ ആയിരിക്കും. ഏത് ചാനലെടുത്താലും ഏത് എത്ര രൂപ കൊടുത്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അത് കാശ് കൊടുക്കുന്ന 265 240 ഒക്കെ കൊടുത്തിട്ട് കാണാവുന്നതൊക്കെ ഉള്ളൂ. ഈ ഫ്രീ ഡിഷിലും അല്ലെങ്കിൽ ഫ്രീ സാറ്റലൈറ്റുകളിലും ഒക്കെ ഈ സ്പോർട്സൊക്കെ കാണാനും മറ്റും നമ്മൾക്ക് ഒത്തിരി കാണാനുള്ളതൊക്കെ ഉണ്ട്. അത് ഇപ്പം GSAT 15-ലാണേലും മഴവിൽ മനോരമ കിട്ടും. അത് ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. പിന്നെ തമിഴ് ചാനലുണ്ട്, DD മലയാളം കിട്ടും. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നിസ്സാര കാര്യമുള്ളൂ അതൊക്കെ. അതിൻ്റെ ഫ്രീക്വൻസി അറിയണമെന്ന് മാത്രം. ഞാനിതിൻ്റെ ഫ്രീക്വൻസി ഒക്കെ പറഞ്ഞ് അത് ആഡ് ചെയ്യുന്ന, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ താഴെ പോയി TV ഓണാക്കി വേണം കാണിക്കാൻ. അപ്പോൾ ഈ ഒരു താഴെ ചെല്ലുമ്പോൾ അല്ലേ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് കയറ്റേണ്ടി വരും. രണ്ടും കൂടെ ഒന്നാക്കി എടുക്കണ്ട. 2 വീഡിയോ ആയിപ്പോൾ. ഞാൻ എൻ്റെ സോളാർ പാനലൊക്കെ നിങ്ങളെ നേരത്തെ കാണിച്ചിട്ടുള്ളതാണല്ലോ. ഞാൻ പറഞ്ഞത് ഇപ്പം ഇങ്ങനെ എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ട്, സെറ്റ് ചെയ്യാൻ അറിയത്തില്ലാത്തവരുണ്ട് എങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഉണ്ടല്ലേ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. ഇതിപ്പം ഞാൻ കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കുവാണ്, ഡിഷ് പടിഞ്ഞാട്ടും തിരിഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ അതിങ്ങനെ ആയിരിക്കും. ഇത്രയും ചെരിവ് ആണ് അതിനുള്ളത്. 40, അതായത് എക്സ്പ്രസ് 40 ഡിഗ്രി കിലോ. എക്സ്പ്രസ് AM7 40 ഡിഗ്രിയിലാണ് ഇത് ചെയ്തു വച്ചിരിക്കുന്നത്. അതിൻ്റെ ഈ കൈരളിയൊക്കെ കിട്ടുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 11672 ഫ്രീക്വൻസിയും 32720 സിംബോളുമാണ്. അപ്പോൾ അതിൽ ട്രാക്ക് ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ. 950
LMB ഫ്രീക്വൻസിയാണ് 950 1600. ഇതിൽ കൊടുത്താൽ അത് വേണമെങ്കിൽ ട്രാക്ക് ചെയ്യാം. ഇത് വലിയ അറിയാനൊന്നുമില്ല. ഇതിപ്പം ഞാൻ TV ഒന്നും ഇവിടെ കൊണ്ടുവയ്ക്കാതെ തന്നെ ഒന്ന് ഈ പറഞ്ഞ രീതിയിൽ ഈ ഫോണിൽ തന്നെ സാറ്റലൈറ്റ് ഡയറക്റ്റ് എന്ന് പറഞ്ഞൊരു സാറ്റലൈറ്റ് ഡൗൺലോഡ് ചെയ്ത് അതിനകത്തുനിന്ന് സാറ്റലൈറ്റ് കണ്ടുപിടിച്ചിട്ടാണ് ട്രാക്ക് ചെയ്തത്. അത് കറക്റ്റായിട്ട് അതിൻ്റെ ആരോമാർക്കും എല്ലാം കൂടെ കറക്റ്റായിട്ട് ഈ LMBയുടെ നേരെ പടിഞ്ഞാറ് കിട്ടുന്നിടത്തേക്കാക്കി ശരിയാക്കാവുന്നതേ ഉള്ളൂ. നിസ്സാര കാര്യമാണ്. ഇച്ചിരി സമയമെടുക്കും ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും. അത് TV ചെന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഡിഷ് അതിൻ്റെ റിസീവറിൽ സാറ്റലൈറ്റുകൾ 10-55 ഉണ്ട്. പക്ഷേ ഈ സാറ്റലൈറ്റ് മാത്രം അതിനകത്തില്ല. അതും അതിനകത്ത് ആഡ് ചെയ്തിട്ടേ നമുക്ക് കിട്ടുള്ളൂ. ആ സാറ്റലൈറ്റിൻ്റെ ഫ്രീക്വൻസിയും നമ്പറും അതിനകത്ത് ആഡ് ചെയ്താലേ നമുക്കത് എത്ര ഡിഗ്രി ആണെന്നൊക്കെ കാണിച്ച് ആഡ് ചെയ്താലേ ആ സാറ്റലൈറ്റിൽ നമുക്കത് ഡിഷിലേക്ക് ആ റിസീവറിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തത്. ചില റിസീവറുകളിലൊക്കെ സാറ്റലൈറ്റ് കാണും കേട്ടോ. ഒരു 10, 50, 60 സാറ്റലൈറ്റൊക്കെ ഓരോ സെറ്റ് ഓഫ് ബോക്സിലും കാണും. എനിക്കാണെങ്കിൽ എൻ്റെ റിസീവറിൽ 55 സാറ്റലൈറ്റ് ഉണ്ട്. അതിൽ ഈ സാധനം മാത്രമില്ലായിരുന്നു. ഈ 40-ൻ്റെ എക്സ്പ്രസ് AM7 ഇല്ലായിരുന്നു. അതിനെ ഞാൻ അതിനകത്തേക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്.